വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. 5000 വിജയികളുമായി പിട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള നിലമ്പൂരിന്റെ സ്വന്തം ഏലംകുളം ഹോസ്പിറ്റൽ. ഏലംകുളം ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ റോഡ്, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാലവർഷക്കെടുതി. ജില്ലയിൽ വിവിധ താലൂക്കുകളിലായി 29 കുടുംബങ്ങളിലെ 100 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. മഴ കനക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെയും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ സമഗ്ര വികസന പദ്ധതി. ആദിവാസി വിഭാഗങ്ങൾക്കായുള്ള അദാലത്ത് സംഘടിപ്പിച്ചു. സംസ്ഥാന പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KM തുളസി അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഥകളി ആചാര്യൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ 5ാം അനുസ്മരണ സമ്മേളനം വണ്ടൂരിൽ നടന്നു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ അനുസ്മരണ അവാർഡുകളും വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. അതിശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ തുടരുന്നത്. ഈ മഴയുടെ ഭാഗമായി നാളെയും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും അവധിയായിരുന്നു. ഇതായിപ്പോൾ ചൊവ്വാഴ്ച കൂടി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മഴ കണക്കിലെടുത്ത് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ നാശനഷ്ടങ്ങൾ ഇന്ന് ജില്ലയിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാണക്കാടിനടുത്ത് വലിയ തോതിലുള്ളൊരു മണ്ണിടിച്ചിലുണ്ടായി, എന്നാൽ ആളപായമില്ല. ഇങ്ങനെ ഈ മഴക്കെടുതികൾ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ കലക്ടർ ഇപ്പോൾ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴക്കെടുതിയെ തുടർന്ന് ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി താലൂക്കുകളിലായി വിവിധ ക്യാമ്പുകളിൽ 29 കുടുംബങ്ങളിൽ 100 പേരാണ് ഇപ്പോൾ കഴിയുന്നത്. ഇതിൽ 32 പുരുഷന്മാരും 43 സ്ത്രീകളും 25 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഏറനാട് താലൂക്കിലെ വലിയാട്ടുപറമ്പ് അംഗൻവാടി, പുതുവയലിൽ അംഗൻവാടി, SMGV HSS എടവണ്ണ, കൊണ്ടോട്ടി താലൂക്കിൽ GWUPS നെടിയിരുപ്പ്, GMLP സ്കൂൾ മൊറയൂർ, തിരൂരങ്ങാടി താലൂക്കിലെ GMLP സ്കൂൾ മമ്പുറം, നിലമ്പൂർ താലൂക്കിലെ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ ബന്ധുവീടുകളിലേക്കോ സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ മാറി താമസിക്കണം. അധികൃതർ ക്യാമ്പുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടാൽ ക്യാമ്പുകളിലേക്ക് മാറണം. പുഴയുടെയും തോടുകളുടെയും ജലാശയങ്ങളുടെയും സമീപത്ത് താമസിക്കുന്നവരും ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. മീൻ പിടിക്കുന്നതിനോ തോട്, പുഴ, മറ്റ് ജലാശയങ്ങൾ, ഡാമുകൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനോ ഇപ്പോൾ വിലക്ക് ഉണ്ട്. എന്തായാലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ തലത്തിലുള്ള അവലോകന യോഗങ്ങളും മന്ത്രിതലത്തിൽ ചേർന്നിട്ടുണ്ട്. മലപ്പുറം വേങ്ങര റോഡിൽ പാണക്കാട് നിർമ്മാണ പ്രവൃത്തികൾക്കായി മണ്ണെടുത്ത സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ പറഞ്ഞു. റോഡിലെ തടസ്സങ്ങൾ നീക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുവാനും മന്ത്രി PK ബഷീർ നിർദ്ദേശം നൽകി.
നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രത്യേക വികസന പാക്കേജ് അനുവദിച്ച് നടപ്പിലാക്കുമെന്നും ഭവന നിർമ്മാണത്തിനായി സ്വന്തമായി സ്ഥലമില്ലാത്ത ഗോത്രവർഗ വിഭാഗക്കാർക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ.എം. തുളസി നിലമ്പൂർ മാനവിക ഹയർ സെക്കൻഡറി സ്കൂളിൽ ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികാസ് വിഷൻ 2040 സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗോത്ര വിഭാഗം അവശ്യരേഖ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഞാൻ ഒരു കാര്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിലമ്പൂർ ഇനി എന്ത് പദ്ധതി സംസ്ഥാനത്ത് നമ്മുടെ വകുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും അത് നിലമ്പൂർ അറിയാതെ പോലും വിട്ടുപോകില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാ മേഖലയിലുള്ള ജനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ജനങ്ങൾ അധികാരം തന്നിരിക്കുന്നത് എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാനാണ്. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ചില ഭാഗങ്ങളിലേക്ക് മാത്രം കൊടുത്ത് ചില ഭാഗങ്ങളെ അവഗണിക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ നയമല്ല. എല്ലാ പ്രദേശങ്ങളിലേക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട് അത് ഒരു രൂപ പോലും ലാഭമാക്കാതെ കൃത്യമായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് കുടുംബങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ പരിപൂർണമായിട്ടുള്ള വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. അത് വളരെ സുതാര്യമായും സത്യസന്ധമായും ആത്മാർത്ഥമായിട്ട് നിർവഹിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിയമപരമായിട്ട് പ്രത്യേകമായിട്ട് പാക്കേജ് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും. അതിൽ എം.എൽ.എ. ഉൾപ്പെടെയുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായിട്ടും മറ്റാളുകളുമായിട്ടും സംഘടന പ്രവർത്തകരുമായിട്ടും ഒക്കെ കൃത്യമായിട്ട് ആലോചിക്കും. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഒരു ഓഫീസ് നടത്തിയിരുന്ന് തീരുമാനം എടുക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ള തീരുമാനം നമുക്ക് കൂട്ടായി നിന്ന് ആലോചിച്ചാൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. അത് സർക്കാരിന് തുറന്ന് മനസ്സിലാക്കുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ദൗത്യം. നിലമ്പൂർ മേഖലയെ അറിയാതെ പോലും വികസന പദ്ധതികളിൽ നിന്നും വിട്ടുപോകില്ലെന്നും പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ ഗോത്രമേഖലയിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്, വിദ്യാർത്ഥികൾക്ക് പഠനമുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കും. നിലമ്പൂർ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ നിർമ്മിക്കുമെന്നും വകുപ്പിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാലാനുസൃതമായ കോഴ്സുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ഗോത്ര മേഖലയിലെ വിദ്യാർത്ഥികളുടെ മുന്നേറ്റത്തിനായി വിപുലമായ പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിദേശത്ത് പഠിക്കുവാൻ താൽപ്പര്യമുള്ള SC/ST വിദ്യാർത്ഥികൾക്കായി ഉന്നതി സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്നും ഇതിനായി തുക അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൂടാതെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മികച്ച സ്ഥാപനങ്ങളിൽ പഠന സൗകര്യം ഒരുക്കുമെന്നും ഇതിൻ്റെ മുഴുവൻ ചിലവും സർക്കാർ തന്നെ വഹിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഗോത്രവർഗ ജനവിഭാഗങ്ങൾക്ക് സ്ഥിരമായ വരുമാനമാർഗം കണ്ടെത്തുന്നതിനായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കും. ചികിത്സാ സഹായത്തിനായി പട്ടികജാതി പട്ടികവർഗ വകുപ്പിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും നിലവിൽ ഫണ്ട് ലഭ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഗോത്രവർഗ വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിക്കുമെന്നും ധനകാര്യ വർഷത്തിന്റെ അവസാനത്തിൽ മാത്രം ഫണ്ട് ചിലവഴിക്കുവാനുള്ള പ്രവണത ഒഴിവാക്കി യഥാർത്ഥ ആവശ്യക്കാർക്ക് കൃത്യസമയത്ത് സഹായം എത്തിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ സേവനങ്ങളും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പുതിയ പോർട്ടൽ ആരംഭിക്കും. ഇതിലൂടെ 9ഓളം പ്രധാനപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പിനായുള്ള ഒരുക്കങ്ങൾ നടന്നത്. PV അബ്ദുൾ വഹാബ് MP, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C. മാമ്പ്ര, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീറ VP, നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ NA കരീം, അഡ്വക്കേറ്റ് ജോസ്മി തോമസ്, റൈഹാനത്ത് കർമാടൻ, ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫീഫ VP, മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സത്ത് TK, പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപ്പുറം, എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, IFDC ഫൗണ്ടേഷൻ MD എബി തോമസ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്വാഗതവും പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ നന്ദിയും പറഞ്ഞു. കഥകളി ആചാര്യൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ 5ാം അനുസ്മരണ സമ്മേളനം വണ്ടൂർ TK ഗാർഡൻ നടന്നു. മന്ത്രി AP അനിൽകുമാറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കലാനിരൂപകൻ PM നാരായണൻ നെല്ലിയോട് ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി.
ജ്യോതിഷ് ബാബു സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പരിചയക്കാരല്ല ഉണ്ണി അല്ലെങ്കിൽ ഉണ്ണിയുടെ നിന്ന് നിൽക്കുന്ന മനോജ് 5 വർഷക്കാലം പൂർത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കഥകളി രംഗത്ത് അദ്ദേഹം നൽകിയ വലിയ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ ഓർക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ജീവിതത്തിൽ കൂടെ തൊഴിലിച്ച കഥകളി രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നു എന്നുള്ളത് ഏറെ ഈ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മികവായിട്ട് ഞാൻ കാണുകയാണ്. പരിപാടിയുടെ ഭാഗമായി നളചരിതത്തെ ആസ്പദമാക്കി പീശപ്പള്ളി രാജീവ് നയിച്ച കഥകളി സഹോദരണ ക്ലാസ് നടന്നു. നെല്ലിയോടിൻ്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ അഡോബ താണ്ഡവ പുരസ്കാരം പ്രസിദ്ധ കഥകളി കലാകാരൻ ചാത്തന്നൂർ കൊച്ചുനാരായണ പിള്ളയ്ക്കും നെല്ലിയോട് അനുസ്മരണത്തിൻ്റെ അമരക്കാരിൽ പ്രധാനിയായിരുന്ന മനോജ് പുല്ലൂരിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ മനോമുദ്ര പുരസ്കാരം യുവകഥകളി ഗായകനായ സദനം ജ്യോതിഷ് ബാബുവിനും മന്ത്രി സമ്മാനിച്ചു. നെല്ലിയോട് അനുസ്മരണ സമിതി രക്ഷാധികാരി കൂടിയായ മന്ത്രിയെ ചടങ്ങിൽ ആദരിച്ചു. കലാകാരന്മാരായ സദനം കൃഷ്ണൻകുട്ടി, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത കല്യാണ സൗഗന്ധികം കഥകളിയും നടന്നു. കെ രവികുമാർ അധ്യക്ഷത വഹിച്ചു. പീശപ്പള്ളി രാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ, പഞ്ചായത്ത് അംഗം പി സുനീതി, കെ ടി പ്രദീപ്, കിരൺ മേലേടം എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഏതെടുത്താലും 199 രൂപ മാത്രം. ക്വാളിറ്റിയിൽ വിലക്കുറവിന്റെ വിപ്ലവം. ഇപ്പോൾ വാങ്ങിയാൽ 3 ഇരട്ടി വാങ്ങാം. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ നിലമ്പൂരിലും. ബിഗ് ഡ്രം 99 രൂപ മാത്രം. എക്സിക്യൂട്ടീവ് ചെയർ 179 രൂപ മാത്രം. സ്റ്റീൽ ഇന്നർ ലിഡ് കാസറോൾ 199 രൂപ മാത്രം. സ്റ്റൂൾ 79 രൂപയ്ക്ക്. ബിഗ് ഫസ്റ്റ് ക്വാളിറ്റി ബക്കറ്റ് 3 എണ്ണം 199 രൂപയ്ക്ക്. ഷൂറാക്ക് 149 രൂപയ്ക്ക്. ക്ലീനിംഗ് മോപ്പ് 99 രൂപയ്ക്ക്. 20 ചെടിച്ചട്ടി 199 രൂപയ്ക്ക്. വെജിറ്റബിൾ സ്റ്റാൻഡ് 149 രൂപയ്ക്ക്. 10 ഫൈബർ പ്ലേറ്റ്സ് 99 രൂപയ്ക്ക്. ക്രോക്സ് മോഡൽ ആൻഡ് ഫ്ലിപ്പ് വിപ്ലവം 99 രൂപയ്ക്ക്. മെൻസ്, ലേഡീസ്, കിഡ്സ് ബ്രാൻഡഡ് സർപ്ലസ് ഫുട്വിയേഴ്സ്. കൂടാതെ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷൻസ് 49, 99, 149, 199 എന്നീ വിപ്ലവ വിലക്കുറവിൽ. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഏതെടുത്താലും 199 രൂപ മാത്രം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. 5000 വിജയികളുമായി പിട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. നേടാം 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC-കൾ, TV-കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, സ്വർണ്ണവെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. മാത്രമല്ല 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് സ്കീം, ലോവസ്റ്റ് EMI, 000 സ്കീം, 1 EMI ഫ്രീ, 2 EMI ഫ്രീ സ്കീംസ്, ഫിക്സഡ് EMI സ്കീംസ്, ലോങ് ടെന്യൂർ EMI സ്കീം, കൂടാതെ ആകർഷകമായ സമ്മാനങ്ങളും ഫിനാൻസ് ഓഫറുകളും. പിട്ടാപ്പിള്ളി ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി.
ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള നിലമ്പൂരിന്റെ സ്വന്തം ഏലംകുളം ഹോസ്പിറ്റൽ. ഗൈനക്കോളജി ആൻഡ് പീഡിയാട്രിക്സ് 24 മണിക്കൂറും സുഖപ്രസവത്തിനും സിസേറിയനും സൗകര്യം. കുരുന്നുകൾക്ക് കരുതൽ നൽകാൻ പീഡിയാട്രിഷ്യൻ സേവനവും ലഭ്യമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഓർത്തോപീഡിക്സ്, ഫ്രാക്ചറുകൾക്കും ആർത്രോസ്കോപ്പിക് നീ റീപ്ലേസ്മെന്റ്, ലിഗ്മെന്റ് ടിയർ റിപ്പയർ സർജറികൾക്കും വിദഗ്ധ ചികിത്സ. ENT ആൻഡ് ഡെന്റൽ, മെഡിസിൻ ആൻഡ് സർജറി, കീഹോൾ, ഓപ്പൺ സർജറികളിലൂടെ അപ്പൻഡിക്സ്, ഹെർണിയ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ, ബ്രസ്റ്റ്, കൊളോറെക്ടൽ തുടങ്ങിയ എല്ലാവിധ സർജറികൾക്കും വിദഗ്ധ ചികിത്സ. ഏലംകുളം ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ റോഡ്, നിലമ്പൂർ. ബുക്കിംഗിനായി 9633 868643. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. തിരൂരിൽ വെച്ച് നടക്കുന്ന കേരള പ്രവാസി സംഘത്തിന്റെ 7ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി. ജാഥ മാനേജർ സേതു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിരവധി സംഘടനകൾ കേരളത്തിലുണ്ടെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു പ്രസ്ഥാനമായി കഴിഞ്ഞ 22 വർഷക്കാലം മാറാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് കേരള പ്രവാസി സംഘം. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ, സാന്ത്വന ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള ഈ പ്രവാസി സംഘത്തിന്റെ പ്രവർത്തകരാണ്, പ്രവർത്തനങ്ങളാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വരുന്ന ഘട്ടങ്ങളിലെല്ലാം പ്രവാസികൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. 27 ആനുകൂല്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ വന്നപ്പോൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഈ നടപ്പാക്കിയ ആനുകൂല്യങ്ങൾ വെറുതെ കിട്ടിയതല്ല. നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും കേരള പ്രവാസി സംഘം എന്ന സംഘടന ഏറ്റെടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്.
ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ നിന്നുമുള്ള പ്രവാസികൾ സ്വീകരണത്തിൽ പങ്കെടുത്തു. ജാഥ ക്യാപ്റ്റൻ വി കെ അബ്ദുറൌഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രീതി, ഏരിയ സെക്രട്ടറി റഷീദ് ബാനു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ അബ്ദുറഹിമാൻ, സുധീഷ് ബാലചന്ദ്രൻ, ബഷീർ, രമേഷ് പൂന്തോട്ടം, ഉണ്ണി വണ്ടൂർ, ജമാൽ വാണിയമ്പലം, മുണ്ടയിൽ മുഹമ്മദ്, പാറപ്പുറവൻ അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ വണ്ടൂർ ടൗൺ ശാഖ 4ാമത് കുടുംബസംഗമം ഉണർവ് 2026 അമ്പലപ്പടി PRG ഓഡിറ്റോറിയത്തിൽ നടന്നു. വിശ്വകർമ്മ വികസന സമിതി ജില്ലാ ട്രഷററും റിട്ടയർഡ് ഡോക്ടറുമായ പരമേശ്വരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായി വേൾഡ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ഡോക്ടർ ഗിന്നസ് വത്സരാജ് ആചാര്യ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് രേഷ്മ രഘു വാണിയമ്പലം നേതൃത്വം നൽകി. SSLC ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. രജനി നായർ യോഗ ക്ലാസിന് നേതൃത്വം നൽകി. തിരുവാതിരക്കളിയും നടന്നു. ശാഖ ജനറൽ സെക്രട്ടറി KM രഘു അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് PK ദേവദാസ്, വിശ്വകർമ്മ വികസന സമിതി ജില്ലാ സെക്രട്ടറിയും റിട്ടയർഡ് SIയുമായ സത്യനാഥൻ, ശശി പറമ്പൂർ, M വിശ്വനാഥൻ, K സതീദേവി, നാരായണൻ കടമ്പത്ത്, CK അഭിലാഷ്, വിനോദ് ബാബു, KP സുബ്രഹ്മണ്യൻ, മോഹനൻ കാപ്പിൽ, സുനിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. അതുപോലെ നമ്മളുടെയൊക്കെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എത്ര സമയം എന്നറിയോ? ഞാൻ പറയാം. ത്രേതായുഗത്തിലും കൃതായുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ഓരോ മനുഷ്യന്റെ ആയുസ്സിനും വ്യത്യസ്തമായി വന്നിട്ടുണ്ടായിരുന്നു. കൃതായുഗത്തിൽ 800 ആണെങ്കിൽ ത്രേതായുഗത്തിൽ 400, ദ്വാപരയുഗത്തിൽ 200, കലിയുഗത്തിൽ 100 വയസ്സ്. നമുക്കൊക്കെ ഉള്ള ഒരു ആയുസ്സാണ് 100 വർഷം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു 50 വയസ്സിൽ 40 വയസ്സാകുമ്പോഴത്തേക്കും എല്ലാവരും എന്താ പറയാ കഴിയും. കേന്ദ്രത്തിന്റെ വംശീയ അജണ്ടകളെ പ്രതിരോധിക്കുവാൻ കേരള സർക്കാർ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജബീന ഇർഷാദ് ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി ഇപ്പൂട്ടിങ്ങൽ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ കേരളത്തോട് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഭൂമിയില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമിയില്ലാത്ത, കയറിക്കടക്കാൻ കൂരയില്ലാത്ത, മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അങ്ങനെയാണ് പാർട്ടി ഏറ്റവും തുടക്കത്തിൽ പഞ്ചായത്ത് തലത്തിൽ, മണ്ഡലം തലത്തിൽ, താലൂക്ക് തലത്തിലൊക്കെ ഭൂമിയില്ലാത്തവരെ സംഘടിപ്പിച്ചുകൊണ്ട് അധികാര കേന്ദ്രങ്ങളിലേക്ക് PM ശ്രീ പദ്ധതി സംസ്ഥാനത്തെ 265 സ്കൂളുകളിൽ നടപ്പിലാക്കിയാൽ അത് കേവലം ഒരു ഭരണപരമായ നടപടിയല്ല, മറിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അടിയറവ് വയ്ക്കുന്ന വിനാശകരമായ നീക്കമാണ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുവാൻ സാങ്കേതിക തടസ്സങ്ങളില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പിന്മാറി കേരളത്തിന്റെ ഫാസിസ്റ്റ് വിരുദ്ധത ഒരിക്കൽ കൂടി തെളിയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആസിഫ് അമീൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി രവീന്ദ്രൻ, വാർഡ് മെമ്പർ മുബീന ചോലയിൽ, ട്രഷറർ ബഷീർ വല്ലാഞ്ചിറ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. അടുത്ത 3 വർഷത്തേക്കുള്ള ഭാരവാഹികളെ സമ്മേളനത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് കെ, മണ്ഡലം കമ്മിറ്റി അംഗം ജംഷീർ ചെറുകോട് എന്നിവർ നേതൃത്വം നൽകി. ഫയാസ് അംജദ് A സ്വാഗതവും വാർഡ് കോർഡിനേറ്റർ മുഹസിന നന്ദിയും പറഞ്ഞു. സംസ്കാര മമ്പാടിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ കിടപ്പ് രോഗികൾക്ക് സാമ്പത്തിക സമാശ്വാസം നൽകി. സംസ്കാര ഹാളിൽ ഡോക്ടർ ഷിനാസ് ബാബു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ സംസ്കാര മമ്പാട് പ്രസിഡന്റ് KJ ആന്റണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജലീൽ പൈക്കാടൻ സ്വാഗതവും മജീദ് വടവറം നന്ദിയും പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട 30 രോഗികൾക്കാണ് സഹായം കൈമാറിയത്. മമ്പാട് ടൗണിൽ തന്നെ സ്ഥലം വാങ്ങാൻ പറ്റുന്ന ഒരു സമയം തോന്നുന്നു. അപ്പോൾ ഈ വ്യക്തി അത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ സഹായം അല്ലെങ്കിൽ ജഗദീശ്വരൻ്റെതോ അല്ലെങ്കിൽ നാച്ചുറലിൻ്റെ സഹായം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. താങ്ക് യു. തൃക്കൈക്കുത്ത് ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം 17ാം ദിവസവും പിന്നിട്ടു. പത്മാവതി അമ്മ, ശാന്ത, ഹരിദാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടത്തിവരുന്നത്. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഔഷധ കഞ്ഞി വിതരണവും നടത്തുന്നുണ്ട്. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ രാമകൃഷ്ണൻ, രതീഷ്, ബാബു, രവിശങ്കർ, സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കർക്കിടക ഔഷധ കഞ്ഞി വിതരണം നടത്തുന്നത്. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കാലവർഷക്കെടുതി ജില്ലയിൽ വിവിധ താലൂക്കുകളിലായി 29 കുടുംബങ്ങളിലെ 100 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. മഴ കനക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെയും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ സമഗ്ര വികസന പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കായുള്ള അദാലത്ത് സംഘടിപ്പിച്ചു. സംസ്ഥാന പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KM തുളസി അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഥകളി ആചാര്യൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ 5ാം അനുസ്മരണ സമ്മേളനം വണ്ടൂരിൽ നടന്നു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ അനുസ്മരണ അവാർഡുകളും വിതരണം ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ, വാർത്തകളുമായി വീണ്ടും കാണാം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. 5000 വിജയികളുമായി പിട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള നിലമ്പൂരിന്റെ സ്വന്തം ഏലംകുളം ഹോസ്പിറ്റൽ. ഏലംകുളം ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ റോഡ്, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.